വതഹവ്വുരി ആഫിയതിക, ഈ ആഫിയത്തിൻ്റെ മാറ്റം, എൻ്റെ ശാരീരിക സൗഖ്യത്തിൻ്റെ മാറ്റം പടച്ചോനെ അതുണ്ടാവരുത്. നിന്നോട് ഞാൻ കാവല ചോദിക്കാം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അത് സിഹത്തെന്ന് കരിക്കണം, ആരോഗ്യമല്ല. ആഫിയത്ത് എന്നതും സിഹത്തും ആഫിയത്തും രണ്ടും രണ്ടാ. സിഹത്ത് എന്ന് പറഞ്ഞാൽ കേവല ആരോഗ്യം, നമുക്ക് രാവിലെ കുറേ ഓടാനും ചാടാനും ഒക്കെ ഉള്ള ജോലിക്ക് പോകാനൊക്കെ ശാരീരിക ആരോഗ്യമാണ് സിഹത്ത്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അപ്പുറം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ആഫിയത്ത്. ആ ആഫിയത്ത് നീങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാം. പ്രകൃതിപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. വയസ്സാകുമ്പം മുടി നരക്കും, ശരീരം ചുളിയും, ആരോഗ്യം ക്ഷയിക്കും. പക്ഷേ ആഫിയത്ത് മരിക്കുന്നത് വരെ ഉണ്ടാവും. എങ്ങനെ? സിഹത്ത് പ്രായത്തിനനുസരിച്ച്, രോഗാവസ്ഥക്കനുസരിച്ചൊക്കെ സിഹത്ത് ആരോഗ്യം കുറയും. പക്ഷേ ആഫിയത്ത് മരണം വരെ, അവസാന നിമിഷം വരെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉള്ള സിഹത്ത് ഉപയോഗിച്ച്, ഉള്ള ആരോഗ്യം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക. അതാണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വന്നിട്ട് പറയാം. അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നത് റസൂൽ പ്രാർത്ഥിക്കും എന്നും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും. എന്താണ്? ആഫിയത്തിന് വേണ്ടി. കാരണം ആഫിയത്ത് എപ്പോഴും പോകാം. രാവിലത്തെ ആഫിയത്തിൽ വൈകുന്നേരം ഉണ്ടാവണമെന്നില്ല. കാരണം ആഫിയത്ത് പോകാൻ ശൈത്താൻ കൂടി ഇടപെടും. റസൂലുള്ളാഹി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ അറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയായ വഅഹ്ലി വമാലി. അല്ലാഹുമ്മ അസ്തിർ ഔറാതി വആമിൻ റൗആതി. ഇത് പ്രാർത്ഥിക്കാത്ത രാവും പകലുമില്ലാന്ന ഹദീസിന്റെ വാക്കെന്താ അറിയോ? ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഅ ഹൗലാഇൽ കലിമാത്ത് ഹൗലാഇ ദഅവാത് ഹീന യുംസി വഹീന യുസ്ബിഹ്. രാവിലെയും വൈകുന്നേരം ഇത് പ്രാർത്ഥിക്കാത്ത ഒരു ദിനവും കടന്നു പോയിട്ടില്ല, ഒരു രാവും പകലും കടന്നു പോയിട്ടില്ല. അല്ലാഹുവേ, നിന്നോട് ഞാൻ അഫ്വും ആഫിയത്തും ചോദിക്കുന്നു. എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സ്വത്തിലും പടച്ചവനെ ഒരുപാട് ന്യൂനതകളും കുറവുകളുമുള്ളവനാണ് ഞാൻ. അത് മറച്ചു വെക്കണം റബ്ബേ. അല്ലാഹുമ്മ അസ്തിർ ഔറാതി വആമിൻ റൗആതി. എനിക്കൊരുപാട് ആശങ്കകൾ, ഭയങ്ങളുണ്ട്, അതിലെനിക്ക് നിർഭയത്വം കൊണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു രാവും പകലും കടന്നു പോയിട്ടില്ല. 2026 അങ്ങനെ ആകട്ടെ. ഓരോ രാവും ഓരോ പകലും ഇത്തരം പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുക. അബ്ബാസ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ തആല. അല്ലാഹുവോട് ചോദിക്കാൻ പറ്റിയ കാര്യം പഠിപ്പിച്ചു തരുന്നു പറഞ്ഞു. അല്ലാഹുവോട് ചോദിക്കാൻ പറ്റിയ കാര്യം പഠിപ്പിച്ചു തരൂ. റസൂൽ പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ, അല്ലാഹുവോട് ആഫിയത്ത് ചോദിച്ചോന്ന് പറഞ്ഞു. ഹദീസിന്റെ ബാക്കി എന്താ? ഫമക്കത്തു അയ്യാമൻ. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അബ്ബാസ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ്, അല്ലാഹുവോട് ചോദിക്കാൻ പറ്റിയ കാര്യം പറഞ്ഞിരുന്നു പറഞ്ഞു. അപ്പോഴും റസൂൽ പറഞ്ഞു, സലുല്ലാഹൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിൽ ആഫിയത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു.